ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 555 ഏഞ്ചലിന്റെ മൂന്നാമത്തെ ചാനലാണിത്. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഈ ഒരു ചാനലിൽ എനിക്ക് അത്ര അങ്ങോട്ട് സമയം കിട്ടുന്നില്ല വീഡിയോസ് ഇടാനായിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളപ്പോൾ തന്നെ നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ എന്താ പറയുക, നമുക്കപ്പോൾ ഇത് ഈ ഒരു ചാനലിൽ കഴിവതും ലോങ് വീഡിയോസ് സമയം കിട്ടുന്നത് പോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കഴിവതും ഞാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ ഷോർട്ട് വീഡിയോസ് ഡെയിലി ഇടാനായിട്ട് നോക്കാം. ഓക്കെ, ഷോർട്സ് ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, തേർഡ് ചാനൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലല്ലോ, അതിലെന്താണ് വീഡിയോസ് ഇല്ലാത്തത് എന്നൊക്കെ. അപ്പോൾ ടൈം കിട്ടുന്നില്ല, കുറച്ചധികം കാര്യങ്ങളിൽ തിരക്കിലായി പോയത് കൊണ്ടും കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് ചാനലും കൂടി അത് നോക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഷോർട്സ് എന്തായാലും കഴിവതും ഡെയിലി ഇടാനായിട്ട് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാരണം നിങ്ങളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ വ്യക്തി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ തീരുമാനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ചിലപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, മര്യാദക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തമ്മിൽ തല്ലി പിരിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിരിക്കാം, ക്ലാരിറ്റി ഇല്ലാത്ത കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്താ പറയുക, നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് കാർഡിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ വ്യക്തിയുടെ ചിന്തകൾ? ഓക്കെ, അതാണ് നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ കുറച്ച് തീരുമാനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് നോക്കണമല്ലോ, അല്ലേ? നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ പേഴ്സന്റെ ചിന്തകൾ? let's see. Okay, and this will be the first card in this reading. Yes, the renewal ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു വീണ്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ല, വീണ്ടെടുപ്പ് അത് തന്നെയാണ്. അതായത് ഒരു റീസ്റ്റാർട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു തുടക്കം, അല്ലെങ്കിൽ പഴയതെല്ലാം, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കളഞ്ഞ് ഡിലീറ്റ് ചെയ്ത് ഒരു പുതിയ ഒരു കാലഘട്ടത്തിന്റെ തുടക്കം. ഇതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പണ്ട് എന്തൊക്കെയാണോ നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അത് പണ്ട് നടന്നു പോയിട്ടുള്ളതിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരൻ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി തന്നെ ആയിരിക്കാം. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകാം. അതായത് തെറ്റുകളൊക്കെ ആ വ്യക്തി ചെയ്തിട്ട് ഞാനല്ല ചെയ്തത്, എല്ലാം നിങ്ങളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തലയിലാക്കിയിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ പേഴ്സൺ നല്ല രീതിയിൽ റിവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് നിങ്ങളുമായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള ആ ഒരു മോശപ്പെട്ട കാലഘട്ടം, ആ ഒരു പാസ്റ്റ് ആയിട്ടുള്ള പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ പേഴ്സൺ എന്താണ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരാണ് ഇനി കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് വരേണ്ടത്, ആരാണ് മാറേണ്ടത്, ഇവിടെ എന്താണ് നെഗറ്റീവായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള പഴയ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളല്ല, പഴയ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അത് പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ആ പഴയ കാര്യങ്ങളിൽ എന്തൊക്കെ തെറ്റുകളാണോ സംഭവിച്ചിട്ടുള്ളത് അത് കറക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എവിടേക്കാണ് തെറ്റുപറ്റിപ്പോയത്, എവിടേക്കാണ് ഇമ്മെച്യൂരിറ്റി കാണിച്ചത്, അതിനെക്കുറിച്ചൊക്കെയാണ് കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പേഴ്സന്റെ മനസ്സിലെ ചിന്തകൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചും തന്നെയാണ്. ഓക്കെ, അതെന്തായാലും ഉറപ്പാണ്. ആൻഡ് ഓൾസോ ഓരോ കാര്യങ്ങൾക്കും ക്ലാരിറ്റി വരുത്തിക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഉദ്ദേശം എന്താണ്, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇന്റൻഷൻ, ഉദ്ദേശം എന്താണ്?
ഡിലിജൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു ഒരു പക്ഷിയാണ് പറന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ, എല്ലാത്തിന്റെ മുകളിൽ, മേഘങ്ങളെക്കാൾ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ ഒപ്പം പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഈ പേഴ്സന്റെ ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ ചിന്തകളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ എല്ലാം ഒരു ഉയർന്ന തലത്തിലാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഒരുപക്ഷെ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പോലും ചിലപ്പോൾ തല്ല് പിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താനും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ കുറ്റം പറയാനോ ഫ്രണ്ട്സിനെ കുറ്റം പറയാനോ, അങ്ങനത്തെ ഒരു ഇമ്മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്ക് ആദ്യത്തെ കാർഡിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ വിട്ട് കളയാൻ ഈ പേഴ്സൺ തയ്യാറല്ല. നിങ്ങളായിട്ട് ഒരു തുറന്ന് ഉള്ള ഒരു സംസാരം അല്ലെങ്കിൽ തുറന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ തീരുമാനം തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവോട് കൂടിയും സമ്മതത്തോടു കൂടിയും ആയിരിക്കണം എന്നുള്ളത് ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട്. ഓക്കെ, അതായത് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ എടുക്കുന്നത് എന്തും ആയിക്കോട്ടെ, ഈ പേഴ്സന്റെ ഉദ്ദേശം എന്തും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ അറിവും സമ്മതത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് തുറന്ന് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് തീർത്തും നിങ്ങളുടെ ആ ഒരു അറിവും സമ്മതത്തോടു കൂടി വേണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾസോ ഇത് പണ്ടത്തെ പോലെ തമ്മിൽ തല്ലാനോ ഒന്നുമല്ല, കാര്യങ്ങളെ കുറച്ചും കൂടി ഗൗരവമായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കൊണ്ടുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ വിട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ ഉപേക്ഷിക്കാനോ ഒന്നുമല്ല, നിങ്ങളായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ അത് നിങ്ങളുടെ ആ ഒരു സമ്മതം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട്, കാരണം ഇത്രയും കാലം മേ ബി നിങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നത് ഒരുപക്ഷെ ഈ പേഴ്സണ് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായിരിക്കാം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സിനോടായിരിക്കാം പറയുന്നത്. ഇടനിലക്കാര് ഒരുപാടുള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്, മീഡിയേറ്റേഴ്സ്. നിങ്ങൾക്കും ഈ പേഴ്സണും നടുവിലായിട്ട് ഒരുപാട് മീഡിയേറ്റേഴ്സ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ഇടനിലക്കാർ. അപ്പൊ അവരുടെ സഹായമൊന്നും കൂടാതെ നിങ്ങളായിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ, കോണ്ടാക്റ്റിൽ എത്തണം എന്ന് അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉണ്ട്. നല്ല കാര്യം, ഒരു പുരോഗമനമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? യെസ്, എന്താണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? വാട്ട് ദിസ് പേഴ്സൺ ഈസ് എക്സ്പെക്ടിങ് ഫ്രം യു. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ദ റിലീസ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും ഈ ഒരു കണക്ഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പലവരും ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പാര വെച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ബട്ട് സ്റ്റിൽ ഈ വ്യക്തിയെ അരോചകപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യവും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളുടെ കൂടെയുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ഇഷ്ടമല്ല. അപ്പോൾ അത് നിങ്ങൾ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അത് നിങ്ങൾ മാറ്റി വെക്കണമെന്ന് ഈ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കേട്ട് കഴിയുമ്പോൾ. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. അച്ഛനമ്മനെ ധിക്കരിക്കാനല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ ഓവറായിട്ട് നിങ്ങളുടെ പാരൻസിന്റെ സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഡാം ഷുവർ നിങ്ങൾ അവരിൽ നിന്നും ഒന്ന് സ്വതന്ത്രരാകണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് മാറ്റി നിർത്തണം എന്ന് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭയങ്കരമായിട്ടുള്ള സ്നേഹമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, സ്നേഹമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ വിള്ളലുകൾ സൃഷ്ടിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ആരാണോ അവരിൽ നിന്നും നിങ്ങൾ എന്താണ് കുറച്ച് അകലം പാലിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മാറ്റി നിർത്തണം എന്നാണ് ഈ പേഴ്സൺ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഇതിനു മുമ്പ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ആയിക്കൊള്ളണമെന്നില്ല.
ഇതുപോലെ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ജാതക പ്രശ്നം ഉണ്ടാകാം, അല്ലെങ്കിൽ ജാതകമായിരിക്കാം, നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ സമയമായപ്പോൾ ജാതക പൊരുത്തം നോക്കി, സോ അത് ജാതകം ചേരില്ല, അതൊരു വില്ലനായി മാറി, പ്രശ്നമായി മാറി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് മാറ്റി വെക്കാൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ റിലീജിയൻ പരമായിട്ട്, അതായത് ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ജാതി ഒന്നും നോക്കാതെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചതും എല്ലാം. അപ്പൊ പിന്നെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോൾ പിന്നെ എന്തുകൊണ്ട് റിലീജിയൻ നോക്കുന്നു? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിലീസ് ചെയ്യാൻ ഈ പേഴ്സൺ പറയുന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനെ തടസ്സപ്പെടുത്തുന്നത്, ആ ഒരു കാര്യം റിലീസ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഈ വ്യക്തിക്ക് നിങ്ങളിലുണ്ട്, അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു ദാമ്പത്യ ജീവിതമോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പോ വാട്ട് എവർ ഇറ്റ് ഇസ്, ഇതിന്റെ ആ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ്? യെസ്, സ്റ്റിൽനെസ് ആണ് കിട്ടിയിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ് അല്ലേ? ഭയങ്കര ഭംഗിയുള്ള നല്ല വെള്ള കളറിലെ അരയന്നം, അതുപോലെ നല്ല എന്താ പറയാ, നല്ല ഒരു അല്ലേ, നല്ല നല്ല ഭംഗിയുള്ളൊരു കാടാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാടാണ്. കാണാൻ തന്നെ ഭയങ്കര ഡാർക്ക് കളേഴ്സ്, അതുപോലെ അവിടെ സ്നോ ഫോളിംഗ് ഉണ്ട്. വളരെ എന്താ പറയാ, വളരെ ഒരു സ്നോ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ആകാശം, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചറാണിത് അല്ലേ? പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമാണ്. പക്ഷെ ഈ അരയന്നം നീങ്ങുന്നുണ്ടോ? ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല, സ്റ്റക്നെസ് ആണ്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർ പറയും, ഓക്കെ യു ആർ വെരി ലക്കി, നിങ്ങളെ നോക്കി പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നോക്കി പറയും, ഓ യു ആർ വെരി ലക്കി ടു ഹാവ് ദിസ് കൈൻഡ് ഓഫ് ബോയ് ഫ്രണ്ട് വിത്ത് യു എന്നൊക്കെ ഉള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടാകാം, കമന്റ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അത് അവിടെ ഒരു എന്താ പറയാ, പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ല, മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി. ബട്ട് ഇവിടെ നിങ്ങൾ സ്റ്റക്നെസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സും ആൻസിസ്റ്റേഴ്സും അവരുടെ ആ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. ഓക്കെ, അതായത് നിങ്ങളുടെ പൂർവികരായിരിക്കാം, പൂർവികരെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു മുഖം, ഒരു ഫേസ് ഒക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ മേ ബി അത് നിങ്ങളുടെ ആൻസിസ്റ്റർ ആകാൻ സാധ്യതയുണ്ട്. മുതുമുത്തച്ഛൻ അല്ലെങ്കിൽ മുതുമുത്തശ്ശി, അവരുടെയൊക്കെ ഫേസ് ഒക്കെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വരാം. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇവിടെ പൂർവികരുടെ അനുഗ്രഹം അല്ലെങ്കിൽ അവര് നിങ്ങൾക്ക് വഴി കാട്ടി തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിരിറ്റ് ഗൈഡ്സിന്റെയും ഏഞ്ചൽസിന്റെയും ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ ഇത് ഒരു എന്താ പറയാ, വെയിറ്റിംഗ് എനർജിയാണ്. കാരണം ഇത് റിയൂണിയൻ സംഭവിക്കാൻ പറ്റുന്ന ഒരു എനർജി അല്ല, റിയൂണിയന് പറ്റിയിട്ടുള്ള ഒരു സമയമല്ല ഇത്. റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റിംഗ് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. മനോഹരമാണ്, എല്ലാമാണ്, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്, എല്ലാമാണ്, സമ്മതിച്ചു. പക്ഷേ ഇവിടെ വെയിറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതായത് ഉണങ്ങിപ്പോകാത്ത മുറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണപ്പെടുന്നത്. ഇപ്പൊ ഉണങ്ങിപ്പോവാത്ത മുറിവുകൾ എങ്ങനെയാണ്? നമ്മൾ ഉണക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ മുറിവുകൾ വലുതായി 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 അവസാനം പഴുക്കും, പിന്നെ ആ ഭാഗം ചെത്തിക്കളയേണ്ടി വരും അല്ലേ, മുറിച്ചളയേണ്ടി വരും എന്ന് പറയുന്ന പോലെയാണ് ഇത്. ആ മുറിവുകൾ ഉണങ്ങാനുണ്ട്, എന്നാൽ മാത്രമേ ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ ഒരു ഹീലിംഗ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഉണങ്ങേണ്ട ആ ഒരു മുറിവുകൾ, അത് അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കേണ്ടത്? യെസ്, നിങ്ങൾ ഒരുമിച്ച് ഈ പേഴ്സണും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? യെസ്, ദ ബ്രില്യൻ ഐഡിയാസ് ദേ മേ ബി റിഫൈൻമെന്റ്, ഓവർകമ്മിങ് ഒബ്സ്റ്റാക്കിൾസ് ആണ്. തീർച്ചയായിട്ടും തടസ്സങ്ങളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കാരണം ക്ഷമ വേണം. ഇവിടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട്.
ഈ ഒരു കാർഡിലും നമ്മൾ പറഞ്ഞു നല്ല രീതിയിൽ ക്ഷമ വേണമെന്ന്. അത് തന്നെയാണ് ഇതിലും പറയാനുള്ളത്. ക്ഷമ വേണം. നിങ്ങൾക്കും ഈ പേഴ്സണും ഇതിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും. ഓക്കെ. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് ആ ഒരു സോഡ് കാണാം, ആ ഒരു കിരീടം കാണാം. ഇറ്റ്സ് ഓൾ അബൌട്ട് അതൊരു വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ബോയ്, ഹി ഈസ് വെരി ഹാപ്പി. ഹാപ്പി ഫേസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വിജയമാണ്. പക്ഷെ എന്താണ്, തടസ്സങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇത് പുറകിലേക്ക് വലിക്കുന്ന തടസ്സങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഫേസ് ചെയ്ത് ഓരോന്നിനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് വേണം, ഓരോ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് വേണം വരാനായിട്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എന്താണ് ഒരുമിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് വരാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു സാഹചര്യം ഉണ്ടാകാനും ധാരാളം തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഹിഡൻ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറഞ്ഞു കിടക്കുന്ന ആ ഒരു രഹസ്യമായിട്ടുള്ള എനർജി എന്താണ്? യെസ്, ലെറ്റ്സ് സീ. നെവർ എൻഡിങ് സ്റ്റോറി. യെസ്, നെവർ എൻഡിങ് സ്റ്റോറി. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലുക്ക് അറ്റ് ദിസ് ലേഡി ആൻഡ് ഷീ ഈസ് വെരി സാഡ്. വിഷമിച്ചാണ് ഇരിക്കുന്നത്. ലേഡി ഓർ മെൻ വിഷമിച്ചാണ് ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ലവ് സിമ്പിൾ ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് എന്താ പറയുക, ഇതിൽ പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊരു പരീക്ഷണമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇതിൽ നിന്ന് വിഷമം മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ സന്തോഷം വരുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് ഇങ്ങനെയാണ് ഈ ബന്ധത്തിന്റെ അവസ്ഥ. അല്ലെങ്കിൽ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ ഹിഡൻ എനർജി അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന എനർജി എന്ന് പറയുന്നത് നെവർ എൻഡിങ് സ്റ്റോറിയാണ്. അതായത് ഇത് ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണെ നിങ്ങളോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധം ഒരിക്കലും അവസാനിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ പേഴ്സന്റെ ലൈഫിൽ നിങ്ങളും വരുന്നത്. ഓക്കെ. ഇത് നെവർ എൻഡിങ് സ്റ്റോറിയാണ്. ഒരിക്കലും തീരാത്ത ഒരു സ്റ്റോറി. ഒരു എൻഡിങ് ഇല്ല. അതാണ് ഇതിന്റെ ഒരു ഹിഡൻ എനർജി, രഹസ്യമായിട്ട് കിടക്കുന്ന എനർജി. ഓക്കെ. ഇപ്പൊ അത് പരസ്യമായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾക്ക് പോലും ചില സമയത്ത് തോന്നിക്കുന്നുണ്ടാകാം, ഈ റിലേഷൻഷിപ്പിൽ നിന്നും എനിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം. അതിന്റെ ആൻസർ ആണ്, ഇത് നെവർ എൻഡിങ് സ്റ്റോറിയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. 2 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്, തീരുമാനങ്ങൾ. യെസ്, ദ ഇൻഡ്യൂഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ആ തീരുമാനമായിട്ട് എടുക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ മേ ബി ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡും കൂടി എടുക്കാം. ഓക്കെ. യെസ്, ദ കിൻഡേർഡ് പാർട്ട്ണർഷിപ്പ് ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും ഒരു കമ്മിറ്റ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താ പ്രശ്നമെന്നല്ല, ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ എപ്പോഴും ക്ലിയർ ആക്കി വെക്കാനായിട്ട് നോക്കണം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ തലച്ചോറിൽ വരുന്ന ചിന്തകൾ, നിങ്ങളുടെ മനസ്സിലിരിപ്പ്, നിങ്ങളുടെ കയ്യിലിരിപ്പ്, ഇതെല്ലാം നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. കാരണം ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ വരുന്നതാണ് ഈ പേഴ്സൺ ഇൻഡ്യൂഷൻ, അതായത് ഇൻഡ്യൂഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത്, അതാണ് ഈ പേഴ്സണിൽ നിന്നും വരാൻ പോകുന്ന തീരുമാനം. ഓക്കെ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പേഴ്സന്റെ തീരുമാനം. അപ്പൊ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് പൊട്ടയായി പോകും, ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും അനുയോജ്യമായിട്ടുള്ള തീരുമാനമൊന്നും ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡാം ഷുവർ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതല്ല, നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും വേണ്ടില്ല, ഇത് നാളെ ഒരു സന്തോഷമായി തീരും, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തും എന്നുള്ള വിശ്വാസത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ ഇൻഡ്യൂഷൻ പവറായിട്ട്, ഭയങ്കര പവർഫുൾ ഇൻഡ്യൂഷൻ ആണ് നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ. അത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇൻഡ്യൂഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ എനർജിയിലാണ് ഈ കാർഡ് വന്നിട്ടുള്ളത്.
ഓക്കെ. അപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അതായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം. നിങ്ങൾ വിചാരിക്കുകയാണ് സെപ്പറേറ്റഡ് ആകണം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും ഈ പേഴ്സന്റെ തീരുമാനം. ഓക്കെ. അത് മാത്രമല്ല ഇത് ഈ പേഴ്സന്റെ എനർജിയിൽ എടുത്ത കാർഡാണ്. ഈ പേഴ്സന്റെ ആ ഒരു എനർജിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത് കിൻഡേർഡ് പാർട്ട്ണർഷിപ്പ് ആണ്. കാര്യം ഇവിടെ നിങ്ങളായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് രണ്ടും കൂടി ഉള്ള ഒരു യുദ്ധമാണ്. നിങ്ങളുടെ എനർജി, അതായത് ഒരു വശം നിങ്ങളുടെ എനർജിയാണ്, ഒരു വശം ഈ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ പറ്റുമെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് മനസ്സിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നോക്കണം. ഓക്കെ. ബിക്കോസ് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഹിഡൻ എനർജി, മറഞ്ഞു കിടക്കുന്ന, രഹസ്യമായിട്ട് കിടക്കുന്ന എനർജി എന്ന് പറയുന്നത് നെവർ എൻഡിങ് സ്റ്റോറിയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിക്കില്ല. ഇതിങ്ങനെ ഒരു ഇൻഫിനിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു അനന്തമായിട്ട് ഇങ്ങനെ കടന്ന് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. ആദ്യം നോ കോണ്ടാക്ട് വന്നു, പിന്നെ ബ്രേക്കപ്പ് വന്നു, പിന്നെ പിണങ്ങിപ്പോയി, പിന്നെ തമ്മിത്തല്ലി, പിന്നെ വീണ്ടും ഈ പേഴ്സൺ വരുന്നു, വീണ്ടും റിയൂണിയൻ സംഭവിക്കുന്നു, വീണ്ടും നോ കോണ്ടാക്ട്. ഇങ്ങനെ ഈ സെയിം പാറ്റേണിൽ കിടന്ന് നിങ്ങൾ കറങ്ങും. സോ അതിലും നല്ലത് ആ ഒരു പാറ്റേൺ എൻഡ് അപ്പ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ക്ലിയർ ആക്കി വെക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. പോസിറ്റീവായിട്ട് തന്നെ സ്പെൽ വർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. എന്നാലേ ആ ഒരു ഇൻഡ്യൂഷൻ ഇതാവുള്ളൂ. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇന്നത്തെ എനർജി കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. സോ ബി കെയർഫുൾ. പേടിപ്പിക്കാൻ പറയല്ല, ബട്ട് സ്റ്റിൽ കണ്ടത് പറയാതിരിക്കാൻ വയ്യ. യെസ്, ഇയർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ക്ലൂസ് ആണ് നോക്കാം. ഇയർ, ചെവി, മേ ബി അത് നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടാകാം. പൊളിറ്റീഷ്യൻ കിട്ടിയിട്ടുണ്ട്, അതൊരു പ്രൊഫഷൻ. യെസ്, പൊളിറ്റീഷ്യൻ, രാഷ്ട്രീയ പ്രവർത്തനം. ഷാർപ്പ് നോസ്, ഓക്കെ. ഷാർപ്പ് നോസ്, കൂർത്ത മൂക്ക്. ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട്, എൻ. എസ് കിട്ടിയിട്ടുണ്ട്. ബാങ്കിങ് ഫീൽഡ്. UPSC, സിവിൽ സർവൻറ്റ്, മേ ബി IAS IPS അതിലൊക്കെ ട്രൈ ചെയ്യുന്ന ആളായിരിക്കാം. ബിസിനസ് കിട്ടിയിട്ടുണ്ട്. ലിപ്സ്, ഓക്കെ. സ്മൈൽ, ചിരി നിങ്ങളുടെ ആയിരിക്കാം, ഈ പേഴ്സൻ്റെ ആയിരിക്കാം. നെക്ക്, കഴുത്ത് ഭാഗം സ്പെഷ്യലായിട്ട് കാണുന്നു. റിയൂണിയൻ, ഓക്കെ. റിയൂണിയൻ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങളുടെ മനോഭാവം പോലെ ഇരിക്കും കേട്ടോ. റിയൂണിയൻ ആകണോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവണോ എന്നുള്ളത്. സോൾമേറ്റ് കണക്ഷൻ, മേ ബി യുവർ സോൾമേറ്റ്. നോ കോണ്ടാക്ട്, ഓക്കെ. അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാകാം. സ്പിരിച്വൽ സപ്പോർട്ട്, തീർച്ചയായിട്ടും സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, മേ ബി ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കർമ്മം അങ്ങനെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നെവർ എൻഡിങ് സ്റ്റോറിയാണ്. ബട്ടർഫ്ലൈസ് ലഭിച്ചിട്ടുണ്ട്. ലെറ്റർ എച്ച്, ഓക്കെ. ഡാൻസർ, മേ ബി ഡാൻസർ ആയിരിക്കാം, പ്രൊഫഷൻ. ലെറ്റർ സി. ലെറ്റർ ആർ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്ന പേഴ്സൺ ആകാം. പിയാനോ, വയലിൻ, ഗിറ്റാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അബ്രോഡ്, മേ ബി വിദേശത്തായിരിക്കാം. ലെറ്റർ എ. ആക്ടർ, മേ ബി ആക്ടിംഗ് ഫീൽഡ്, അഭിനയ രംഗത്തൊക്കെ ചെയ്യുന്ന ആളായിരിക്കാം. നാടകം, അല്ലെങ്കിൽ സിനിമ, സീരിയൽ, ഓക്കെ. അല്ലെങ്കിൽ ആക്ടിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കാം. ലെറ്റർ വി. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. അപ്പോൾ ഓക്കെ, കുറച്ച് നീണ്ടുപോയെന്നറിയാം. അപ്പോൾ എന്താ പറയുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ക്ലൂസ് ഒക്കെ റീസണേറ്റ് ആയി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ വീഡിയോൻ്റെ തുടക്കത്തിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നമ്പർ. അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വിളിക്കണ്ട. ഓക്കെ. സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.